നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. നർമ്മവും നന്മയും നിറഞ്ഞ സന്ദേശങ്ങൾ ഏറ്റുവാങ്ങാൻ ജീസസ് കിഡ്സിലേക്ക് സ്വാഗതം. കണ്ണിനും മനസ്സിനും വിരുന്നായി വരുന്ന നമ്മുടെ കൂട്ടുകാരിതാ റെഡി. കാട്ടിലെ കൂട്ടുകാർ. എന്തായാലും യുവജനോത്സവത്തിന് പാട്ടിന് ഫസ്റ്റ് പപ്പീസിന് തന്നെയായിരിക്കും. എന്റെ മോട്ടോ, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. എത്ര കാടുകളിൽ നിന്ന് മത്സരാർത്ഥികൾ വരുമെന്ന് അറിയാമോ? നമ്മുടെ കോളേജിൽ മാത്രമായിരുന്നെങ്കിൽ പപ്പീസിന് തന്നെ കിട്ടിയേനെ. അതിന് നമ്മുടെ കോളേജിൽ മത്സരം തന്നെ വെച്ചില്ലല്ലോ. അതെ, പാട്ടിന് രണ്ടുപേരെ സെലക്ട് ചെയ്യുകയല്ലായിരുന്നു. അതെ, ആ ഗംഭീറിന് വലിയ കഴിവൊന്നുമില്ല. എന്നിട്ടും ഗംഭീറിന് യുവജനോത്സവത്തിൽ പങ്കെടുക്കാൻ അവസരം കിട്ടി. അത് പിന്നെ ഗംഭീറിന്റെ പാപ്പ ഭയങ്കര പണക്കാരനല്ലേ, മാത്രമല്ല PTA കമ്മിറ്റി പ്രസിഡന്റ്. എന്തായാലും കഴിവില്ലാത്തവരെ മത്സരിപ്പിക്കുന്നത് അത്ര ശരിയല്ല കേട്ടോ. അതൊരു കണക്കിന് ശരിയാ. ഗംഭീറിനെ പങ്കെടുപ്പിക്കേണ്ടത് കൊണ്ട് പാട്ട് മത്സരം പോലും കോളേജിൽ നടത്തിയില്ല. അതൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. പണമുള്ളവരുടെ മുമ്പിൽ സ്വതസിദ്ധമായ കഴിവുള്ളവർ തോറ്റുപോകുന്നു. എന്തായാലും പപ്പീസിനെ ഗംഭീറിനെ മത്സരത്തിൽ മറികടക്കാൻ പറ്റുമെന്നുള്ള കാര്യം ഉറപ്പാ. അതുകൊണ്ടാണല്ലോ ഇവിടെ ഒരു മത്സരം വെക്കാതിരുന്നത്. ഇനി കുറച്ച് ദിവസം കൂടിയേ മത്സരത്തിനുള്ളൂ. പാവം പപ്പീസിന്റെ കാര്യം ഓർക്കുമ്പോഴാ എനിക്ക് ആകെ ഒരു പേടി. പേടിക്കൊന്നും വേണ്ട, മത്സരത്തിൽ എല്ലാവരെയും പപ്പീസ് തോൽപ്പിക്കും. നടക്ക്. ഗംഭീര, ഈ പാട്ടെന്നൊക്കെ പറയണതുണ്ടല്ലോ, അതൊരു ദൈവാനുഗ്രഹം കൊണ്ട് കിട്ടുന്ന കഴിവുകളാണ്. ആ കഴിവുകള് നമ്മൾ വളർത്തിയെടുക്കുമ്പോഴാണ് നമ്മൾ നല്ലൊരു ഗായകനാവുക. സാറേ, എനിക്ക് കഴിവില്ല സാറേ. ഉണ്ടോന്ന് ചോദിച്ച പണം കൊണ്ടുള്ള കഴിവുണ്ട്. അതുകൊണ്ട് പാട്ടിനെ വിലക്കെടുക്കാൻ ഗംഭീറിന് സാധിക്കും. അതെങ്ങനെ സാറേ? അതിപ്പോ ഈ യുവജനോത്സവത്തിലെ ജഡ്ജിമാരെ സ്വാധീനിക്കുക. ജഡ്ജിമാരെ സ്വാധീനിക്കുക? അതൊക്കെ നടക്കുമോ സാറേ? അതൊക്കെ പണം ഉണ്ടെങ്കിൽ നടക്കുന്നേ. പണം അതെനിക്കൊരു പ്രശ്നമല്ല സാറേ. എങ്കിൽ പാട്ട് മത്സരത്തിൽ വിജയിക്കുന്ന കാര്യത്തിന് ഒരു പ്രശ്നമില്ല. എങ്കിൽ സാറേ, എനിക്ക് പാട്ട് മത്സരത്തിൽ 1ാം സ്ഥാനം തന്നെ കിട്ടണം. അതിന് ഇച്ചിരിയെങ്കിലും പാട്ടറിവിട്ടിട്ട് ഗംഭീര. അങ്ങനെ ചോദിച്ചപ്പോ ഞാൻ കോളേജില് പാടിയിട്ടല്ലേ ഗംഭീർ യുവജനോത്സവത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. അങ്ങനെ ചോദിച്ച ഞാൻ മനസ്സിലായി അവിടെയും പാടാൻ സ്വാധീനം തന്നെയല്ലേ സാറേ. ഞാൻ ഒരുമാതിരി ഇതൊക്കെ പറഞ്ഞ ഈ ഇങ്ങനെ നമ്മൾ കുളിച്ചിട്ട് ഇങ്ങനെ തണുത്ത് പാടും. ബാക്കി ഞാൻ പഠിപ്പിച്ചു തരാം. ശരി, നമുക്ക് തുടങ്ങാം. നോക്കുമോട്ടു, എനിക്ക് പേടിയാവുന്നു. യുവജനോത്സവം എത്തിയില്ലേ?
എന്ത് പേടിക്കാനാ പപ്പീസേ, നല്ലപോലെ പാടുക, അത്ര തന്നെ. ഗംഭീര ഒരു ഭാഗവതരെ കൊണ്ടുവന്ന് പാട്ട് പഠിക്കുന്നുണ്ടെന്നാ ഞാൻ കേട്ടത്. ഓ, ഗംഭീരൊന്നുമല്ല എനിക്ക് പേടി, മറ്റു സ്ഥലങ്ങളിൽ നിന്നും വരുന്നവരെയാ. എന്റെ പപ്പീസേ, കഴിവുള്ളവർ ജയിക്കും, അത്ര തന്നെ. പപ്പീസേ ധൈര്യമായിട്ടിരിക്കും, എന്തിനും ഈശ്വരന്റെ ഒരു തുണയുണ്ടാവും നമുക്ക്. ആ ഒരു വിശ്വാസത്തിലാ കപിലേ ഞാനും. പപ്പീസ് നല്ലവണ്ണം പാടുക, ബാക്കി ഈശ്വരന് നൽകുക. വിജയം എന്നും പപ്പീസിനൊപ്പം ഉണ്ടാകും. ഓ ശരി കൂട്ടുകാരെ, ദേ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ. അത് പിന്നെ പറയാനുണ്ടോ, ഞങ്ങളുടെ പ്രാർത്ഥന എന്നും പപ്പീസിനുണ്ടാകും. തീർച്ചയായും. എങ്കിലേ നമുക്ക് പിന്നെ കാണാം കൂട്ടുകാരെ. യുവജനോത്സവത്തിന് 2 ദിവസം കൂടിയല്ലേ ഉള്ളൂ, നല്ലപോലെ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ഒക്കെ നടത്തുന്നുണ്ട് മോട്ടു. ദേ എനിക്ക് കുറച്ച് പുതിയ പാട്ടുകൾ നമ്മുടെ കുഞ്ഞിക്കുയിൽ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതാ ഞാൻ ഈ വഴി പോകുന്നത്. ബൈ. ദൈവം അനുഗ്രഹിക്കട്ടെ. റിസൾട്ട് വരുന്നത് വരെ നിൽക്കാമായിരുന്നു. ഇപ്രാവശ്യത്തെ യുവജനോത്സവമൊക്കെ നല്ല സൂപ്പർ ആയിരുന്നില്ലേ? അത് പിന്നെ പറയാനുണ്ടോ, എല്ലാം ഒന്നിനൊന്ന് മെച്ചം. ജയിച്ചത് പാട്ട് മത്സരത്തിന്. കൂട്ടുകാരെ ജയിച്ചു. എന്ത് ജയിച്ചു, ആര് ജയിച്ചു എന്നായി പറയുന്നത്? അയ്യോ, യുവജനോത്സവത്തിന്റെ പാട്ട് മത്സരത്തിൽ ജയിച്ചു. പപ്പീസ് ജയിച്ചതായിരിക്കും പറയുന്നത് അല്ലേ? അതല്ല, പപ്പീസിനെയും മറ്റുള്ള ആളുകളെയും നമ്മുടെ ഗംഭീർ തോൽപ്പിച്ചു. മനസ്സിലായില്ലേ? ഗംഭീറിന് 1ാം സ്ഥാനം കിട്ടിയെന്ന്. ഗംഭീർ? ആ അതേന്ന്. പപ്പീസിന് 2ാം സ്ഥാനം ഉണ്ടെന്നാ കേട്ടത്. എന്നാലും ഗംഭീറിനേക്കാൾ നല്ല പാട്ടുകാരനല്ലേ പപ്പീസ്? സംഗതി ശരി തന്നെ, പക്ഷേ സ്റ്റേജ് കയറിയപ്പോ ചിലപ്പോ പപ്പീസ് പേടിച്ചു പോയി കാണുമായിരിക്കും. എന്തായാലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാനും ആദ്യം വിശ്വസിച്ചൊന്നുമില്ല, പക്ഷേ വിഷമമായി കാണും. നമുക്ക് ശരിയാ, പപ്പീസിന്റെ വീട് വരെ പോയാലോ? അതിന് പപ്പീസ് വന്നു കാണുമോ? എന്തായാലും നമുക്ക് നാളെ പോകാം, അതാ നല്ലത്. ഒന്ന് ചൂടാറട്ടെ. അത് നേരാ, നാളെ തന്നെ പോവാം. ഒന്ന് പോയി കണ്ട് ആശ്വസിപ്പിക്കണം ആ പാവത്തെ. അത് നേരാട്ടോ, എങ്കിൽ നാളെ കാണാട്ടോ. ഓക്കെ ശരി. എന്നാലും ആ പപ്പീസിന്റെ ഒരു കാര്യം. സാറിന്റെ ഒറ്റ വാക്കിന്റെ പുറത്താ ഞാൻ പാട്ട് പാടിയത് കേട്ടോ. കയ്യിലിരുന്നില്ലേ? അതെ അതെ അതെ, ആ ജഡ്ജിന്റെ ഒരു കഴിവേ. ആ സാറ് ഈ സ്വീറ്റ്സ് കഴിക്കും സാറ്. ഇതൊക്കെ കഴിക്കല്ലോ. നമ്മുടെ പണത്തിന്റെ ഇടപാട് തീർക്കാം. പണെടുക്കും പണമൊക്കെ ഈ ബാഗിലുണ്ട് സാറേ. ധൃതിന്റെ പണെടുക്കും വേഗം. അപ്പൊ സ്വീറ്റ്സ് പിന്നെ കഴിക്കാം. പണ്ടോട്ടെ അതെടുത്ത് പണ്ടത് അമ്മ വീണ്ടും ഫോണിൽ വിളിക്കാം. പാട്ട് മത്സരത്തിൽ വിജയിച്ചതല്ലേ, ഇനിയും പണം കുറച്ചല്ലോ. ഓക്കെ ബൈ. പിന്നെ ഇത് ബോറടിക്കടിക്കില്ലേ, കുറച്ച് ജിലേബി തിന്നോ? അല്ല ഇവിടെ എന്റെ അമ്മ കൊറേ പണം ഉണ്ടായിരുന്നു, എല്ലാം ആ കോവർ കൊണ്ടുപോകാണല്ലോ. എടാ ഇനി ജിലേബി ബാക്കി. കൂട്ടുകാരെ, ഞാൻ നല്ല പോലെ പാടിയതാ, പക്ഷേ സാരമില്ല പപ്പീസേ. പപ്പീസ് നല്ല പോലെ പാടിയെന്ന് പപ്പീസിന് വിശ്വാസമില്ലേ? അത് മതി, അതാ വേണ്ടത്. പപ്പീസേ, തോൽവി കൊണ്ട് പിന്നോട്ട് പോകരുത്. പപ്പീസ് ഇനിയും ഉയരങ്ങൾ എത്തിപ്പിടിക്കണം. എന്നാലും ചെറിയൊരു വിഷമവും വേണ്ട. അടുത്ത യുവജനോത്സവത്തിൽ പപ്പീസിന് 1ാം സ്ഥാനം തീർച്ചയായും. ഞാൻ എന്തായാലും പരിശ്രമിക്കും കൂട്ടുകാരെ, വിജയിക്കുന്നത് വരെ പരിശ്രമിക്കും, ഉറപ്പാ. അതാ പപ്പീസേ വേണ്ടത്. ആത്മവിശ്വാസം ഒരിക്കലും കൈവിടരുത്. അതൊരിക്കലും ഇല്ല കൂട്ടുകാരെ. അയ്യോ, നിങ്ങൾ വന്നിട്ട് ഒത്തിരി നേരമായില്ലേ, ഞാൻ അല്പം ചായ വേണ്ട വേണ്ട, ഞങ്ങൾക്ക് പോകാൻ നേരമായി.
എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി പിന്നെ ശരി പപ്പീസ്. ശരി കാണാം. ഓക്കെ ബൈ ബൈ. അതെങ്ങനെ ശരിയാവും? ഞാൻ പറഞ്ഞതല്ലേ അത്രയേ തരുള്ളൂ എന്ന്. ദേ ഞാൻ മടുത്തു. സംഘടിപ്പിക്കാവുന്നിടത്തുനിന്നെല്ലാം പണം സംഘടിപ്പിച്ചു തന്നു. അങ്ങനെ പറയല്ലേ സാറേ. ഞാൻ നോക്കട്ടെ, എന്നൊന്ന് ഒഴിവാക്ക് സാറേ. ഓ ഓക്കെ ഓക്കെ. എന്റെ അമ്മോ ഈശ്വര, പപ്പയുടെ പണം മോട്ടിച്ചു കൊടുത്ത് പപ്പൊരു വഴിക്കായി, കോവർ സാർ പണക്കാരനുമായി. ഇനിയിപ്പോ എന്താ ഒരു വഴി? എവിടുന്നാ പണം ഉണ്ടാക്കുക? പണം കൊടുത്തില്ലെങ്കിൽ പോലീസിൽ പിടിപ്പിക്കും, കൈക്കൂലി കൊടുത്ത് സമ്മാനം വാങ്ങിയെന്നും പറഞ്ഞ്. ഓർക്കുമ്പോ പേടിയാവുക. ഏത് സമയത്താണാവുക പാട്ട് മത്സരത്തിൽ പങ്കെടുക്കാൻ തോന്നിയത്? എന്തായാലും പണം ഉണ്ടാക്കണം, അല്ലെങ്കിൽ എന്റെ കാര്യം പോക്ക. ദേ നമ്മുടെ ഗംഭീറിന് ഒരു സ്വീകരണ പരിപാടി നടത്തണമെന്ന് പറഞ്ഞിട്ട് എന്തായി? സാർ പറഞ്ഞിട്ടുണ്ട് വസന്തം ക്ലബിൽ വെച്ച് നടത്താമെന്ന്. ആ എന്തൊക്കെ പറഞ്ഞാലും ഗംഭീർ നമ്മുടെ നാടിന്റെ അഭിമാനമല്ലേ? പറയാനുണ്ടോ? 1ാം സ്ഥാനമല്ല കിട്ടിയത്. ഗംഭീരെ എങ്ങോട്ടാ പോകുന്നത്? എന്താ ഗംഭീർ ചെയ്ത്? ഞങ്ങൾ ഗംഭീറിനൊരു സ്വീകരണം നൽകുന്നുണ്ട്. സ്വീകരണം എന്തിന്? പാട്ട് മത്സരത്തിന് ജയിച്ചതിന്. സ്വീകരണം വേണ്ട, ട്രോഫിയും ഉണ്ട്. അല്പം സമാധാനം തന്നാ മതി. ഫോൺ ബെല്ലടിക്കുന്നു. എന്ത് ഫോൺ? ഏത് ഫോൺ? ഓ ഇവനെന്താ പറ്റിയ? കഷ്ടം നോക്ക്. ഏത് നേരത്തെ ഒരു വിളി. അല്ല പിന്നെ ഇനി എനിക്ക് ഈ ഫോൺ വേണ്ട. ശല്യം തീർന്നല്ലോ. എനിക്ക് അല്പം സമാധാനം വേണം. ഒരു സ്വസ്ഥത കിട്ടാൻ ഞാൻ എന്താ ചെയ്യാ? ഈ ഗംഭീറിനത് എന്ത് പറ്റി? ആർക്കറിയാം. എന്തായാലും ആ പോക്കത്ര ശരിയല്ല കേട്ടോ. എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ചെയ്യണം. നീ വാച്ച് കടിക്കാണ്ട് വേഗം വാ, നമുക്ക് പോയേക്കാം. ഒരു ലെറ്റർ. ലെറ്ററോ? നോക്ക് നോക്ക്. ദേ ഗംഭീറിന്റെ അടുത്ത് നിന്ന് വീണു പോയതാന്നാ തോന്നുന്നേ. നോക്കട്ടെ. എന്താണോ ഇത്? ഇത് ഗംഭീറിന്റെ തന്നെയാ. എന്തോ എഴുത്താണല്ലോ. നോക്കട്ടെ. അയ്യോ മോട്ടു, സംഗതി പ്രശ്നമാ. ഗംഭീർ നാട് വിടാൻ പോവുക. അയ്യോ അതിനു മാത്രമേ എന്താ കേട്ടോ. പ്രിയപ്പെട്ട പപ്പയ്ക്ക് ഞാൻ നാട് വിടുകയാ. മടുത്തു. ആ കോവർ എന്നെ ഒത്തിരി ബുദ്ധിമുട്ടിച്ചു. ഞാൻ പപ്പയുടെ പണം മോഷ്ടിച്ചു, കോവറിന് കൊടുത്തു. വീണ്ടും വീണ്ടും എന്നോട് പണം ആവശ്യപ്പെടുന്നു. പല സ്ഥലത്തു നിന്നും ഞാൻ മോഷ്ടിച്ചു. പാട്ട് മത്സരത്തിൽ ഒന്നാമതെത്താൻ ചെയ്ത കുതന്ത്രം എന്നെ ഒരു കള്ളനാക്കി. ഇനി ഇവിടെ നിന്നാൽ ആ കോവർ എന്നെ കൈക്കൂലി കൊടുത്ത് സമ്മാനം വാങ്ങിയതിന് പോലീസിൽ പിടിപ്പിക്കും. പണം കൊടുക്കാൻ എൻ്റെ കയ്യിലില്ല. പപ്പ ക്ഷമിക്കണം എന്ന് സ്വന്തം ഗംഭീർ. ഒന്നും ആലോചിക്കാനില്ല. വമ്പൻ സാറെ ഉടനെ വിവരം അറിയിക്കണം. അത് നേരം. എനിക്ക് സമയം കളയണ്ട, വേഗം വാ. അവനെവിടെ പോയോ? ഗംഭീരെ, വിഷമിക്കാതെ, എല്ലാറ്റിനും നമുക്ക് പരിഹാരമുണ്ടാക്കാം. ആ കോവറിന്റെ കേസ് എനിക്ക് വിട്ടേക്ക്. ഇന്ന് തന്നെ ഞാൻ SI ലംബോ സാറിനെ വിളിച്ച് കാര്യം പറഞ്ഞേക്കാം. സാർ, എനിക്ക് എന്റെ കൂട്ടുകാരുടെ മുഖത്ത് നോക്കാൻ പറ്റാതായി സാർ. ഞാൻ എല്ലാവരെയും പറ്റിച്ചു സാർ. അതൊന്നും സാരമില്ല ഗംഭീറെ. എന്തായാലും ഗംഭീറിന് കാര്യം മനസ്സിലായല്ലോ. ഗംഭീർ ചെയ്ത തെറ്റിന്റെ വലിപ്പം മനസ്സിലായല്ലോ. മനസ്സിലായി സാറേ. യുവജനോത്സവത്തിൽ പാട്ടിൽ വിജയിക്കേണ്ടത് ഈ പപ്പീസായിരുന്നു. പക്ഷെ എല്ലാം കഴിഞ്ഞു ഗംഭീറെ. ഗംഭീറിനെ ഇപ്പോ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് ഗംഭീറിന്റെ ഈ കൂട്ടുകാരാ. അത് മറക്കരുത്. ഗംഭീർ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സത്യസന്ധവും മറ്റുള്ളവർക്ക് ഉപകാരപ്രദവുമായിരിക്കണം. നമ്മളെ എന്നും മറ്റുള്ളവർ ഓർത്തിരിക്കാൻ എന്നും നല്ലത് മാത്രം പ്രവർത്തിക്കണം. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലായി സാർ. ഗംഭീറിന്റെ ഒരു തിരിച്ചുവരവാണിത്. ഇനിയെങ്കിലും നല്ല മനസ്സോടെ ദൈവഹിതത്തിൽ ജീവിക്കാൻ ഗംഭീറിന്റെ തിരിച്ചുവരവ് നമുക്ക് ആഘോഷിക്കണം. പാട്ട് എത്ര വളർന്നാലും ദൈവമേ, ഞാനെന്ന് മങ്ങിക്ക് പൈതൽ. എത്ര
എത്ര വളർന്നാലും ദൈവമേ ഞാനെന്നും അങ്ങേക്ക് പൈതൽ കൂടെ നടക്കുന്നു പകലിൽ കൂട്ടിനിരിക്കുന്നു ഇരുളിൽ കൂടെ നടക്കുന്നു പകലിൽ കൂട്ടിനിരിക്കുന്നു ഇരുളിൽ എത്ര വളർന്നാലും ദൈവമേ ഞാനെന്നും അങ്ങേക്ക് പൈതൽ. കാട്ടിലെ കൂട്ടുകാർക്ക് ശേഷം മറ്റൊരു കൂട്ടുകാരൻ ഇതാ നമ്മെ കാത്തിരിക്കുന്നു. ടിങ്കു ടിങ്കു ലിറ്റിൽ സ്റ്റാർ. ഹായ് കൂട്ടുകാരെ. ഹായ് ടിങ്കു. ഹായ് അങ്കിൾ. ഹായ് കൂട്ടുകാരെ. അങ്കിൾ എന്നെ ഒന്നിനും കൊള്ളയില്ല. അയ്യോ ടിങ്കു എന്തെങ്ങനെ പറയുന്നേ? ടിങ്കുവിനെ ഇഷ്ടപ്പെടുന്ന എത്ര കൂട്ടുകാരുണ്ടെന്ന് അറിയാമോ? ഇല്ല അങ്കിൾ, എന്നെ ഒന്നിനും കൊള്ളയില്ല. ടിങ്കു എന്താ അങ്ങനെ പറയുന്നേ? അങ്കിൾ ഞാന് എന്നെ ഒന്നിനും കൊള്ളയില്ല. ടിങ്കു എന്താ ഇങ്ങനെ നെഗറ്റീവായിട്ടൊക്കെ പറയുന്നത്? നമ്മൾ നല്ല പോസിറ്റീവായിരിക്കണം. ഇങ്ങനെ നെഗറ്റീവ് വാക്കുകളൊക്കെ പറയാൻ പാടുവോ? അങ്കിൾ എന്നെ ഒന്നിനും കൊള്ളയില്ല. പിന്നെയും പറയാ എന്നെ ഒന്നിനും കൊള്ളിയല്ല കൊള്ളി. ദാവീദിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആ, ദാവീദിനെ കുറിച്ച് എന്തൊക്കെ അറിയാം? ഓ, ഗോലിയാത്തിനെ വീഴ്ത്തിയത് അല്ലേ ദാവീദായിരുന്നു. ദാവീദിനെ കുറിച്ചുള്ള പാട്ട് അറിയാവോ? ഏത് പാട്ടാ? അത്ര അറിയുള്ളൂ. ഓക്കെ, ദാവീദിനെ കുറിച്ച് ഒരുപാട് പാട്ടുകളുണ്ട്. ദാവീദിൻ്റെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ ഈ ദാവീദിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ടിങ്കു വിചാരിച്ചതുപോലെ തന്നെ ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ദാവീദിന് ജ്യേഷ്ഠന്മാരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ നല്ല മിടുക്കരായിരുന്നു. കാണാനൊക്കെ ഭംഗിയുള്ളത്, നല്ല ആരോഗ്യമുള്ള ആളുകൾ, അപ്പനും അമ്മയ്ക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ആളുകളൊക്കെ ആയിരുന്നു. പക്ഷേ അവരെ പോലെ ആയിരുന്നില്ല ദാവീദ്. ദാവീദ് തൻ്റെ ജോലി എന്താണെന്നറിയാമോ? ആടിനെയൊക്കെ മേയ്ക്കാനായിട്ട് പോകുന്ന വ്യക്തിയായിരുന്നു. പക്ഷെ ജ്യേഷ്ഠന്മാരൊക്കെ പട്ടാളത്തിൽ ജോലിക്കാരായിരുന്നു. ആരുടെ പട്ടാളത്തിലാണെന്നറിയാമോ? ശൗൽ എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ പട്ടാളത്തിൽ ജോലി ചെയ്യാൻ. പക്ഷേ ഈ ശൗല് പാപം ചെയ്തു. അവൻ്റെ രാജ്യത്വം ദൈവം നീക്കാൻ തീരുമാനിച്ചു. ശൗലിന് പകരം പുതിയൊരു രാജാവിനെ ദൈവം അഭിഷേകം ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ ഭൃത്യൻ ഈ ദാവീദിൻ്റെ വീട്ടിൽ വന്നു. അപ്പം ദാവീദിൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ എന്ത് ചെയ്തെന്നറിയാമോ? നല്ല ആരോഗ്യമുള്ള യുദ്ധത്തിനൊക്കെ പോകാൻ കഴിവുള്ള ചേട്ടന്മാരെ കാണിച്ചു കൊടുത്തു. പക്ഷെ വന്ന ഈ പുരോഹിതൻ പറഞ്ഞു, ഓ ഇവരല്ല, ഇനി ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ പറഞ്ഞു, ഓ ഞങ്ങളുടെ വീട്ടിലൊരു ചെറിയ പയ്യനുണ്ട്, അവൻ ആടിനെ മേയ്ക്കാൻ പോയിരിക്കുക, അവനെ വിളിക്കണോ? ഉടനെ അവനെ കൊണ്ടുവന്നു. അതാരാന്നറിയാമോ? ദാവീദ്. ആളുകളൊക്കെ തള്ളിക്കളഞ്ഞതാണ്. പക്ഷെ ദൈവം അവനെയാണ് കണ്ടത്. അവനെ രാജാവായിട്ട് എന്ത് ചെയ്തെന്നറിയാമോ? അഭിഷേകം ചെയ്തു. ദാവീദിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ താൻ മനസ്സിലാക്കിയിരുന്നു. ആടുകളെ മേയ്ക്കുന്ന സമയത്ത് കരടിയും സിംഹവും ഒക്കെ വന്നു. തൻ്റെ മാനുഷികമായി അതിനെ നേരിടാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? ദാവീദിനെ സഹായിച്ചു. ഒരു പക്ഷേ ആളുകൾ നിന്ദിക്കാം, ആളുകൾ ചെറുതായിട്ട് നമ്മളെ കാണാം. പക്ഷെ നമ്മുടെ കൂടെ ദൈവം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? വലിയ കാര്യങ്ങളെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. അപ്പം ഇനി നീ നിരാശപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഈ ദാവീദാണ് മല്ലനായ ഗോലിയാത്തിനെ വീഴ്ത്തുവാനായിട്ട് ഇടയായി തീർന്നത്. ചേട്ടന്മാരുടെ ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടി പോയതാ അല്ലേ? ശരിയാ, അപ്പച്ചൻ പറഞ്ഞു വിട്ടതാ. പക്ഷെ അവിടെ ചെന്നപ്പോൾ ചേട്ടന്മാരൊക്കെ, നല്ല ധൈര്യമുള്ള ചേട്ടന്മാരൊക്കെ പേടിച്ച് ഭയപ്പെട്ട് ഒളിച്ചിരിക്കുക. എന്താ കാരണം എന്നറിയാമോ? ഓരോരുത്തരായിട്ട് ഈ മല്ലനായ ഗോലിയാത്തിനോട് യുദ്ധം ചെയ്യണം. അതെ. പക്ഷേ ദാവീദ് എന്നിട്ട് പറഞ്ഞു, ഞാൻ എന്ത് ചെയ്തോളാം, യുദ്ധം ചെയ്യാം. ദാവീദ് യുദ്ധം ചെയ്യാൻ തയ്യാറായി. എവിടുന്നാ ഈ ശക്തി കിട്ടിയത്? ദൈവത്തിൽ നിന്ന്. തീർച്ചയായിട്ടും അവനറിയാം ദൈവം എന്ത് ചെയ്യും,
എന്നെ സഹായിക്കും. ഈ ദൈവം നമ്മളെയും സഹായിക്കും. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളിലും നമ്മുടെ സഹായകനായിട്ട് ദൈവമുണ്ട്. ഈ ദാവീദിനെ പോലെ ഒരുപക്ഷെ നമ്മുടെ വീട്ടിൽ കഴിവ് കുറഞ്ഞവരായിരിക്കാം നമ്മൾ. ഒരുപക്ഷെ നമ്മളെ നോക്കി ഈ പഠിക്കാത്ത ആളുകളാണ്, പഠിക്കാത്തവനാണ്, ഒരുപക്ഷെ നമ്മളെ നിന്ദിക്കാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷെ അതിലൊന്നും ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നമ്മളെ സൃഷ്ടിച്ച ദൈവം നമുക്ക് എന്ത് ചെയ്യും? ശക്തി നൽകും. ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്യം പറയുന്നുണ്ട്, നിൻ്റെ വായ് വിസ്താരത്തിൽ തുറക്കാം, ഞാൻ അതിനെ നിറയ്ക്കും. അത് ദൈവത്തിൻ്റെ വാക്തത്വമാണ്. തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കുവാൻ അവൻ വിശ്വസ്തനാണ്. പ്രിയ കൂട്ടുകാരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദാവീദിനെ പോലെ ദൈവത്തിൻ്റെ സഹായം ലഭിച്ചുകൊണ്ട് ഉന്നതിയിലെത്തുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. താങ്ക് യു അങ്കിൾ, എനിക്ക് ഒത്തിരി ഇഷ്ടമായി ദാവീദിന്റെ കഥ. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ഇനി ആശംസകളും നിർദ്ദേശങ്ങളും കൈമാറാനുള്ള സമയം. കത്തുകൾ അയക്കേണ്ട വിലാസം: ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ശാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. ശാന്തിയും സമാധാനവും നിറഞ്ഞ ഒരു വാരം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.